Good morning, dear students. Welcome to the new video of Master Brains. Today we are continuing our story, Adventures in a Banyan Tree, written by the famous writer Ruskin Bond. Okay? In the first class, we discussed many things. I hope all of you have watched that video. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദി സ്റ്റോറി ഈസ് ദി നരേറ്റർ. The narrator means the boy. Boy is the narrator here. Along with the boy, there are some other characters also. Grandfather, grandmother. Okay, these are the main characters. ഇപ്പോൾ നമ്മൾ കഥയിൽ പറഞ്ഞത് നമ്മുടെ നായകനായിട്ടുള്ള നമ്മുടെ ഹീറോ ആയിട്ടുള്ള നമ്മുടെ ബോയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ബനിയൻ ട്രീ. ഓക്കെ, ആ വീട്ടിലെ മറ്റെല്ലാ കാര്യങ്ങളും ഗ്രാൻഡ് ഫാദർ കൺട്രോൾ ചെയ്യുമ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ് കാരണം ബനിയൻ ട്രീയിലേക്ക് വരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എൻജോയ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമ്മുടെ ബോയ്ക്ക് കിട്ടും. ഓക്കെ, ദെൻ ദ ബോയ് ഗെറ്റ്സ് ദി ഫ്രണ്ട് ദെയർ. ഹു ഈസ് ദ ഫ്രണ്ട്? എ ഗ്രേ സ്മോൾ സ്ക്യൂരൽ. ഓക്കെ, ഒരു സ്ക്യൂരലാണ് നമ്മുടെ ബോയുടെ ഫ്രണ്ടായിട്ട് വരുന്നത്. ഈ ബോയും സ്ക്യൂരലും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് സീനാണ് നമ്മുടെ സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ആഫ്റ്റർനൂൺ ടൈം നമ്മുടെ ബോയ് എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു? ഈസ് റീഡിങ് മെനി ബുക്സ് ദെയർ സിറ്റിംഗ് ഓൺ ദ ബനിയൻ ട്രീ. ഓക്കെ, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു. അതേസമയം തന്നെ താഴെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ആ താഴെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇറ്റ്സ് അബൌട്ട് എ ഫൈറ്റ് സീൻ. ഫൈറ്റ്സ് ബിറ്റ്വീൻ two characters, one cobra and one mongoose. ആ ഫൈറ്റിൻ്റെ തയ്യാറെടുപ്പാണ് നമ്മൾ അവസാനം പറഞ്ഞത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടിലേക്കാണ്. അതായത് ആ ഫൈറ്റ് സീൻ, ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്. ഇറ്റ്സ് എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ആരായിരിക്കാം ആ ബാറ്റിൽ വിജയിക്കുന്നത്? ഓക്കെ, അതിലേക്ക് നമുക്കൊന്ന് നോക്കാം. സോ നെക്സ്റ്റ് പാരഗ്രാഫ്. ഹിസിംഗ് ഡിഫൈൻസ്, his forked tongue darting in and out. There you can see a new word, defiance. What is the idea of defiance? Defiance means a challenge to meet in a contest. Okay, ഒരു മത്സരത്തിൽ ഉള്ള ഒരു വെല്ലുവിളി, that is called as defiance. അപ്പോൾ ഇവിടെ ഒരു ഡിഫൈൻസിലേക്കാണ് ഇവർ പോകുന്നത്. ഓക്കെ, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. സോ കോബ്ര ആണ് ഇവിടെ ആദ്യം ചലഞ്ചുമായിട്ട് വരുന്നത്. കോബ്രയുടെ ഹുഡ്. എന്താണ് ഹുഡ്? നമ്മുടെ ഈ പാമ്പിൻ്റെ പത്തിക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹുഡ് എന്ന് വിളിക്കുന്നത്. അത് വിടർത്തിക്കൊണ്ട് പിന്നെ സ്വല്പം ഉയർന്ന് ആര് വരുന്നു? നമ്മുടെ കോബ്ര മുന്നോട്ട് വരുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ ആരുണ്ട്? ദി എനിമി. ഹു ഈസ് ദി എനിമി ഓഫ് കോബ്ര? ഇറ്റ്സ് ദി മംഗൂസ്. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. മംഗൂസ് ചെയ്യുന്ന എന്താ? അതിൻ്റെ വാലാട്ടിക്കൊണ്ട് മംഗൂസും എന്ത് ചെയ്യുന്നു? ഒരു ഭാഗത്തുനിന്ന് വരുന്നു. The long hair on his spine stood up in the past. The very thickness of his hair had saved him from bites that would have been fatal to others. Fatal means dangerous. എന്താണ് ഈ മംഗൂസിൻ്റെ ഒരു ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത്? എങ്ങനെയാണ്? അതിൻ്റെ ലോങ് ഹെയർ. ഈ ഹെയർ എന്ത് ചെയ്തിരുന്നു? അതിൻ്റെ വളരെ ഷാർപ്പായിട്ടുള്ള ഈ ഹെയർ എന്ത് ചെയ്തിരുന്നു? കുറേ വർഷങ്ങൾക്ക് മുൻപ് എനിമീസിൻ്റെ ആക്രമണത്തിൽ നിന്നും ഇതിന് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്ന ഈ ഹെയർസാണ്. ഓക്കെ, ഈ ഹെയർസാണ് നമ്മുടെ മംഗൂസിൻ്റെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇവിടെ പറയുന്നു. അപ്പോൾ കോബ്രയും റെഡി ആയിട്ടുണ്ട്, മംഗൂസും റെഡി ആയിട്ടുണ്ട്. they are getting ready for the fight. They are ready now. So what will happen in the fight that we can see? Next paragraph. Though the combatants were unaware of my presence in the banyan tree. So actually they don't know about this boy. The combatants means the fighters. Who are the fighters here? The fighters are the cobra and the mongoose. So they are not aware of the presence of the boy. ഒരു ബോയ് ബനിയൻ ട്രീയിലിരുന്ന് താഴെ നടക്കുന്ന ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് എന്ന് അവർക്കറിയില്ല. ആർക്കറിയില്ല? മംഗൂസിനും അറിയില്ല, അതുപോലെ തന്നെ നമ്മുടെ കോബ്രയ്ക്കും അറിയില്ല. ഓക്കെ, they soon became aware of the arrival of 2 other spectators. Then there comes 2 other characters, 2 other very important characters. Who are they? Okay, spectators means അവിടെ കാഴ്ചക്കാരായിട്ട് 2 ആളുകൾ വരുന്നു. Who are those 2 new characters? One was a myna and the other a jungle crow.
Okay, one character is a myna and the second character is a jungle crow, not the wily urban crow. Okay, it's not the urban crow, it's a jungle crow, and one character is jungle crow and the another character is a myna. അങ്ങനെ രണ്ട് സ്പെക്ടേറ്റേഴ്സ്, രണ്ട് കാഴ്ചക്കാർ ഈ ഫൈറ്റ് കാണാനായിട്ട് അവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ സ്പെക്ടേറ്ററാണ് നമ്മുടെ സ്റ്റോറിയിലെ നരേറ്ററായിട്ടുള്ള, നമ്മുടെ ഹീറോ ആയിട്ടുള്ള നമ്മുടെ ബോയ്. ഓക്കെ, ദെൻ ഹു ആർ ദ ഫൈറ്റേഴ്സ് ഹിയർ? ദ ഫൈറ്റേഴ്സ് ആർ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്. ഓക്കെ, അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? ഫൈറ്റിന് റെഡി ആയിട്ട് നിൽക്കുന്നു. മൈന, അതേപോലെ ജംഗിൾ ക്രോ, അതേപോലെ നമ്മുടെ ബോയ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ആ ഫൈറ്റ് കാണാനായിട്ട് അവിടെ ഒരുങ്ങി നിൽക്കുന്നു. ഓക്കെ ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. They had seen these preparations for battle and had settled on the cactus to watch the outcome. They means the two spectators, the jungle crow and the myna. They had seen these preparations for battle. അവർ ഈ ഫൈറ്റിനുള്ള തയ്യാറെടുപ്പ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഹാഡ് സെറ്റിൽ ഓൺ ദ കാക്ടസ് ടു വാച്ച് ദി ഔട്ട്കം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ആ കാക്ടസ് പ്ലാന്റ്, അതിൽ ഈ ഫൈറ്റിൻ്റെ റിസൾട്ട് എന്തായിരിക്കും അത് കാണാനായിട്ട് അവരെന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഹാഡ് ദേ ബീൻ കണ്ടന്റ് ഓൺലി ടു വാച്ച്, ഓൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവരാ കാഴ്ച കണ്ട് മാത്രം നിൽക്കുകയാണെങ്കിൽ എല്ലാം വളരെ ഹാപ്പിയായി അവസാനിച്ചിരുന്നു. അത് സൂചിപ്പിക്കുന്ന എന്താണ്? അവർ കാഴ്ച കണ്ടിരിക്കല്ല ചെയ്തത്, അവർ ഈ ഫൈറ്റിൽ എന്ത് ചെയ്യുന്നു? പങ്കെടുക്കാൻ നിൽക്കുകയാണ്. ആരെയും? ദ ജംഗിൾ ക്രോ ആൻഡ് ദ മൈന. ദേ വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഫൈറ്റ്, ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫൻസീവ്, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. So one side cobra is there. Cobra, and then there you can see a new word, mesmerize. What is mesmerize? Mesmerize means to hypnotize. Okay, അപ്പോൾ മംഗൂസിൻ്റെ മൂവ്മെൻറ്റ് എന്ത് ചെയ്യണം? തെറ്റിക്കണം. ഇതാണ് ആരുടെ പ്ലാന്? നമ്മുടെ കോബ്രയുടെ പ്ലാന്. അതിന് മംഗൂസിൻ്റെ മനസ്സിൽ എന്ത് ചെയ്യുന്നു? ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഇവിടെ ആര് നടത്തുന്നത്? കോബ്ര നടത്തുന്നത്. സ്വയിങ് മീൻസ് മൂവിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. The cobra is moving slowly from side to side. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. But the mongoose knows clearly the power of the eyes of cobra. കോബ്രയുടെ കണ്ണുകളുടെ പവറിനെ പറ്റി നല്ലൊരു ബോധ്യം, അവയർനെസ് ആർക്കുണ്ട്? നമ്മുടെ മംഗൂസിന് ഓൾറെഡി ഉണ്ട്. ഓക്കെ, instead he fixed his gaze at a point just below the cobra's hood and opened the attack. അപ്പോൾ മംഗൂസ് ചെയ്യുന്ന എന്താണ്? കോബ്രയുടെ ഹുഡിൻ്റെ താഴെയുള്ള ഒരു പ്രത്യേക പോയിന്റ് എന്ത് ചെയ്യുന്നു? നോട്ട് ചെയ്യുന്നു. അങ്ങനെ അവിടേക്ക് എന്ത് ചെയ്യുന്നു? അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ദ ഫസ്റ്റ് അറ്റാക്ക് ഈസ് ഫ്രം ദ സൈഡ് ഓഫ് mongoose. Now mongoose is leading in this battle. Okay, next paragraph. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. This sentence is about mongoose. Mongoose ഇവിടെ ചെയ്യുന്ന എന്താണ്? വളരെ ക്വിക്കായിട്ട് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. There you can see another new word, feint. What is feint? Feint means എ ഫേക്ക് അറ്റാക്ക്. ഓക്കെ, ഒരു വ്യാജ ആക്രമണം, യഥാർത്ഥത്തിൽ ആക്രമിക്കുന്നില്ല. അതേസമയം എന്ത് ചെയ്യുന്നു? കോബ്രക്ക് മംഗൂസ് ആക്രമിക്കുകയാണ് അല്ലെങ്കിൽ ആക്രമിക്കാൻ പോവുകയാണ് എന്നൊരു ഫീല് സൃഷ്ടിക്കുന്നു. ഇതാണ് നമ്മുടെ മംഗൂസിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രൈക്ക്. കോബ്ര എന്ത് ചെയ്യുന്നു? സ്ട്രൈക്ക് ചെയ്യുന്നു. His great hood came down so swiftly that I thought nothing could save the mongoose. So the hood of cobra is moving so swiftly. Swiftly means fast. വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? ആ ഹുഡ് മൂവ് ചെയ്യുന്നു. മംഗൂസിനെ നേരെ എന്ത് ചെയ്യുന്നു? സ്ട്രൈക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മംഗൂസിൻ്റെ കഥ ഇതോടുകൂടി തീർന്നു എന്നാണ് ഇതൊക്കെ കാണുന്ന ഒരാളുണ്ട്, ആര്? നമ്മുടെ ബോയ് കരുതുന്നത്. പക്ഷെ മംഗൂസ് ചെയ്യുന്നത് എന്താണ്? But the little fellow jumped neatly to one side and darted in as swiftly as the cobra. This mongoose is moving. This mongoose is also moving so swiftly. Okay, കോബ്രയെ പോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ ഇവിടെ ആർക്കും കഴിയുന്നുണ്ട്? മംഗൂസിനും കഴിയുന്നുണ്ട്.
biting the snake on the back and darting away again out of rage. So the mongoose was striking the cobra again for the second time. ഓക്കെ, ഇവിടെ വീണ്ടും കോബ്രക്ക് മംഗൂസിനെ ആക്രമിക്കാൻ കഴിയുന്നില്ല. അതേസമയം മംഗൂസ് കോബ്രയെ എന്ത് ചെയ്യുന്നു? സ്ട്രൈക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോഴും ആരാണ് ലീഡ് ചെയ്യുന്നത്? മംഗൂസ്. സ്റ്റിൽ മംഗൂസ് ഈസ് ലീഡിങ് ഇൻ ദിസ് ബാറ്റിൽ. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. The moment the cobra struck, the crow and the myna hurled themselves at him only to collide heavily in mid-air. There you can see one new word, hurled. Hurled means through. Okay? ഈ കോബ്ര സ്ട്രൈക്ക് ചെയ്യുന്ന അതേ സമയം തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? ക്രോ ആൻഡ് ദ മൈന, അവർ രണ്ടും എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ഡിറക്ഷൻസിൽ നിന്ന് വരുന്നു. ആരാണ്? ക്രോ ആൻഡ് ദ മൈന. അവർ കോബ്രയെ ലക്ഷ്യമാക്കിയാണ് വരുന്നത്. ഓക്കെ, ബട്ട് വാട്ട് ഹാപ്പൻസ് ഹിയർ? ഓൺലി ടു കൊളൈഡ് ഹെവിലി ഇൻ മിഡ് എയർ. കൊളൈഡ്, കൊളിഷൻ. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടുന്നു. Shrieking at each other, they return to the cactus plant. Then they return to the cactus plant. അവർ വീണ്ടും എന്ത് ചെയ്യുന്നു? കാക്ടസ് പ്ലാന്റിലേക്ക് തിരിച്ചു പോകുന്നു. അതായത് ഇവർ തമ്മിലുള്ള ഫൈറ്റ് കണ്ട്, മംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റ് കണ്ട് ആവേശം കൂടിയിട്ട് അതിൽ പങ്കെടുക്കാനായിട്ട്, കോബ്രയെ ആക്രമിക്കാനായി, മംഗൂസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആര് പറന്നു വരികയായിരുന്നു? ക്രോ ആൻഡ് മൈന. അവർ വരുന്ന സമയത്ത്, അവർ കോബ്രയെ ടാർഗറ്റ് ചെയ്ത് വരുന്ന സമയത്ത് കോബ്രയുടെ അടുത്തെത്താൻ അവർക്ക് കഴിയുന്നില്ല. പകരം സംഭവിക്കുന്ന എന്താണ്? ദേ ആർ കൊളൈഡിങ് ഈച്ച് അതർ. അവർ പരസ്പരം എന്ത് ചെയ്യുന്നു? കൂട്ടിമുട്ടുന്നു. തിരിച്ച് അവർ കാക്ടസ് പ്ലാന്റിലേക്ക് തന്നെ പോകും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൺ ഓൺ ദ കോബ്രാസ് ബാക്ക്. ദർ യു ക്യാൻ സീ അനദർ ന്യൂ വേർഡ്, ഗ്ലിസൺ. ഗ്ലിസൺ മീൻസ് ഷൈൻ, തിളങ്ങുന്നു. ഓക്കെ, നൗ വാട്ട് ഹാപ്പൻസ് ഹിയർ? ഫ്രം കോബ്രാസ് ബാക്ക് blood is coming. Okay, and it is shining also. Okay, few drops of blood, രക്തത്തുള്ളികൾ ഉറ്റി വീഴുന്നു. ആരുടെ ശരീരത്തിൽ നിന്നും? കോബ്രയുടെ ശരീരത്തിൽ നിന്നും. Okay, the cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. കോബ്ര വീണ്ടും മംഗൂസിനെ സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കോബ്രയ്ക്ക് കഴിയുന്നില്ല. അതേസമയം മംഗൂസ് എന്ത് ചെയ്യുന്നു? കോബ്രയെ സ്ട്രൈക്ക് ചെയ്യുന്നു. Again the birds dived at the snake, bumped into each other instead, and returned shrieking to the safety of the cactus. Again the birds are diving at the snake. The two birds. Who are the two birds? The myna and the jungle crow. അവർ വീണ്ടും കോബ്രയെ ലക്ഷ്യമാക്കി വരുന്നു. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ കോബ്രയുടെ അടുത്തെത്താൻ അവർക്ക് കഴിയുന്നില്ല. അതിനു മുമ്പ് തന്നെ അവരെന്ത് ചെയ്യുന്നു? ദേ ആർ കൊളൈഡിങ് ഈച്ച് ദ അഗെയിൻ. വീണ്ടും അവരവിടെ കൂട്ടിമുട്ടുന്നു, അവരെ തിരിച്ചു പോകും. ഓക്കെ, സോ നൗ ഓൾസോ ഹു ഈസ് ലീഡിങ്? സ്റ്റിൽ ഹു ഈസ് ലീഡിങ് ഇൻ ദിസ് ഫൈറ്റ്? സ്റ്റിൽ അവർ മംഗൂസ് ഈസ് ലീഡിങ് ഇൻ ദിസ് ഫൈറ്റ്. Okay, dear students, let's move to the next paragraph. Okay, it's the last scene of that fight. Okay, fight between mongoose and a cobra. The third round, it is actually the third round of that fight. The third round followed the same course as the first, but with one dramatic difference. This third round is also almost similar to first two rounds, but one difference is there. What is that difference? The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. Okay, two spectators, the crow and the myna, still they wanted to participate in this fight. വീണ്ടും അവർ എന്ത് ചെയ്യുന്നു? അതിൽ പങ്കെടുക്കാൻ വരുന്നു. പക്ഷേ ഈ സമയം എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ടാർജറ്റ് ആയിട്ടുള്ള അവരുടെ കോബ്രയും അവർക്ക് മിസ്സായി. ഈ സമയം അവരെന്ത് ചെയ്യുന്നില്ല? ദേ ആർ നോട്ട് കൊളൈഡിങ് ഈച്ച് അതർ. അവർ കൂട്ടിമുട്ടുന്നില്ല. നേരത്തെ സംഭവിച്ച പ്രശ്നം അതായിരുന്നു, അല്ലേ? ദെൻ but this time they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in mid-air and turn back. മൈന വന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നു. ക്രോ അതുപോലെ വന്ന ഭാഗത്തേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നു. ആ മൊമെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്, ദ കോബ്ര വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, ഈസ് നോട്ട് തഡിങ് അഗെയിൻസ്റ്റ് ദ ക്രോസ്
body. In that second, what happens? The cobra was striking the crow. കോബ്ര മംഗൂസിനെ സ്ട്രൈക്ക് ചെയ്യാൻ എന്തായാലും കോബ്രയ്ക്ക് കഴിയുന്നില്ല. അപ്പോഴാണ് കോബ്രയുടെ തൊട്ടടുത്ത് ആര് വന്നുപെടുന്നത്? ക്രോ വരുന്നത്. അങ്ങനെ ക്രോയെ നമ്മുടെ കോബ്ര എന്ത് ചെയ്യുന്നു? ആക്രമിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. I saw the bird flung nearly 20 feet across the garden, where after fluttering about for a while, it lay still. This sentence is about the jungle crow. What happens to the jungle crow? അതിന് പാമ്പിൻ്റെ കടി ഏറ്റിട്ടുണ്ട് അല്ലേ നമ്മുടെ കോബ്രയുടെ. അപ്പോൾ കുറച്ച് സമയം അതെന്ത് ചെയ്യുന്നു? പറക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്ത് ചെയ്യുന്നു? വീഴുന്നു. ഇറ്റ് ലേ സ്റ്റിൽ. പിന്നെ അത് അനങ്ങുന്നില്ല. ഇറ്റ് മീൻസ് ഇറ്റ്സ് ഡെത്ത് ഹാപ്പൻസ്. ഓക്കെ, അതിൻ്റെ മരണം സംഭവിക്കുന്നു. The myna remained on the cactus plant, very wisely refrained from interfering again. മൈന പിന്നെ അതിലെന്ത് ചെയ്യുന്നില്ല? പങ്കെടുക്കുന്നില്ല. വെരി വൈസ്ലി, വളരെ ബുദ്ധിപൂർവം പിന്നെ ഈ ഫൈറ്റിലേക്ക് വരാതെ, നമ്മുടെ ജംഗിൾ ക്രോയുടെ അവസ്ഥ കണ്ട് ഈ ഫൈറ്റിലേക്ക് വരാതെ അവിടെ ഇരിക്കുകയാണ് ആര് ചെയ്യുന്നത്? മൈന ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. The cobra was weakening and the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. The cobra was weakened. കോബ്രയുടെ പവർ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. What is the reason? The mongoose is leading this battle. Okay, ഇതിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആരാണ്? മംഗൂസാണ്. അപ്പോൾ കോബ്ര എന്ത് ചെയ്യുന്നു? വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. കോബ്ര ഈസ് വെരി ഫിയർലെസ് ഹിയർ. കോബ്രക്ക് ഇവിടെ പേടിയേ ഇല്ല. ഓക്കെ, റൈസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ് ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. മംഗൂസ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഒട്ടും പേടിക്കാതെ കോബ്രയെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ദ കോബ്ര റീഡ്സ് ആൻഡ് ലാസ്റ്റ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. The cobra reach. Reach means twisted. You can see another new word here, reach. Okay, cobra എന്ത് ചെയ്യുന്നു? റിച്ച് ആൻഡ് ലാസ്റ്റ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. ഈ മംഗൂസിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇവിടെ ആര് നടത്തുന്നത്? കോബ്ര നടത്തുന്നത്. ഓക്കെ, ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ്. മംഗൂസിനെ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുന്നുണ്ട് ആ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്. ബട്ട് ഓൾ ടു നോ അവെയിൽ, നോ യൂസ്. ഒക്കെ, ഒരു പ്രയോജനവും അതുകൊണ്ട് ലഭിക്കുന്നില്ല. കോബ്രയ്ക്ക് മംഗൂസിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ദ ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിംലി ഓൺ അൻറ്റിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ. സീസ് മീൻസ് സ്റ്റോപ്പ്. Very strongly our mongoose is still catching the cobra. Okay, വളരെ സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് കോബ്രയെ എന്ത് ചെയ്യുന്നു? കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മംഗൂസ് ചെയ്യുന്നത്. അവസാനം കോബ്ര തൻ്റെ ഫൈറ്റ് എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുന്നു. ദ കോബ്ര സീസ്ഡ് മീൻസ് stopped its struggle. He then smelt along its quivering leg and gripping it round the hood, dragged it into the bushes. Now the mongoose is dragging the snake into the bushes. Drag എന്ന് പറഞ്ഞാൽ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് കോബ്രയെ ആര് ചെയ്യുന്നത്? മംഗൂസ് ചെയ്യുന്നത്. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulation flew away. Now this myna is congratulating the winner. The battle is over. The fight is over. ഫൈറ്റ് ഇവിടെ കഴിഞ്ഞു അല്ലേ? ആരാണ് ഇതിലെ വിജയി? ഹു ഈസ് ദ ചാമ്പ്യൻ ഹിയർ? ദ ചാമ്പ്യൻ ഈസ് മംഗൂസ്. കോബ്രയുടെ ലൈഫ് അവിടെ എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. ഇതിലൊരു ചാമ്പ്യനായിട്ട്, ഈ ഫൈറ്റിലെ വിജയിയായിട്ട് ആര് മാറുന്നു? മംഗൂസ് മാറുന്നു. ഓക്കെ, മൈന അത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? വളരെ ഹാപ്പി ആയിട്ട് മാറി നമ്മുടെ വിന്നറായിട്ടുള്ള മംഗൂസിനെ കൺഗ്രാജുലേറ്റ് ചെയ്ത് മൈന എന്ത് ചെയ്യുന്നു? പറന്നു. Okay, so there ends our fight scene. The fight scene is over, and who is the winner? Who is the champion here? The champion is mongoose. Mongoose is the champion in this fight. Okay, now the last paragraph of this page. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. Now the boy comes down from that banyan tree. Okay, ഈ ഫൈറ്റൊക്കെ കണ്ടതൊക്കെ എൻജോയ് ചെയ്ത് ആ ത്രില്ലിൽ നമ്മുടെ ബോയ് എന്ത് ചെയ്യുന്നു? ബനിയൻ ട്രീന്ന് ഇറങ്ങി വരുന്നു. The boy goes and meets grandfather and the boy tells
about this fight to grandfather. The boy tells grandfather about this fight. Okay, the fight between mongoose and കോബ്ര. ആ ഫൈറ്റിൻ്റെ കഥയൊക്കെ ബോയ് ആരോട് പറയുന്നു? ഗ്രാൻഡ് ഫാദറിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. He was pleased that the mongoose had won. So grandfather is pleased here. Pleased means happy. Grandfather is very happy in the success of mongoose. Okay, ഈ മംഗൂസ് വിജയിച്ചതിൽ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യുന്നു? വളരെ ഹാപ്പിയാണ്. എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ ഇത്ര ഹാപ്പി ആകാൻ കാരണം? ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലീവ് ഇൻ ദ ഗാർഡൻ ടു കീപ് അവേ ദ സ്നേക്സ് ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ kitchen. Grandfather always supported the presence of mongoose in this garden because the presence of mongoose, it is keeping the snakes away from that place. Okay, മംഗൂസിന് ഫുഡൊക്കെ കൊടുത്ത് എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് ഗ്രാൻഡ് ഫാദർ. കാരണം അവിടെ മംഗൂസ് ഉള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് ആരും വന്നിരുന്നില്ല, കോബ്രയെ പോലുള്ള സ്നേക്സ് ആ ഭാഗത്തേക്ക് വന്നിരുന്നില്ല. ദാറ്റ് ഈസ് വൈ അവർ ഗ്രാൻഡ് ഫാദർ ഈസ് ഹാപ്പി ഇൻ ദ സക്സസ് ഓഫ് mongoose. Okay, he had never tried taming it because wild mongoose was more useful than a domesticated one. Grandfather ഒരിക്കലും ഈ മംഗൂസിനെ എന്ത് ചെയ്തില്ല? ടേം മീൻസ് ഇണക്കുക. ഒരിക്കലും ഇണക്കാൻ ശ്രമിച്ചിരുന്നില്ല. വാട്ട്സ് ദ റീസൺ? ബിക്കോസ് വൈൽഡ് മംഗൂസ് ഈസ് ഓൾവേസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. ഓക്കെ, വൈൽഡ് മംഗൂസാണ് എപ്പോഴും ഒരു വീട്ടിൽ ഇണങ്ങിക്കഴിയുന്ന മംഗൂസിനേക്കാളും ഇവർക്ക് എന്ത് ചെയ്യുന്നത്? യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്. ബിക്കോസ് വൈൽഡ് മംഗൂസ് ആർ വെരി സ്ട്രോങ് ആൻഡ് ദേ ആർ കീപ്പിംഗ് ദി ആനിമൽസ് ലൈക്ക് സ്നേക്സ് അവേ ഫ്രം ദാറ്റ് പ്ലേസ്. ഓക്കെ, ഓക്കെ. Now the last page of this story, okay, last page, first paragraph. From the banyan tree, I often saw the mongoose patrolling the four corners of the garden. So the boy is always seeing this mongoose in that garden. Okay, the mongoose is walking on the four corners of the garden. ആ ഗാർഡൻ 4 ഭാഗത്തും മംഗൂസ് ഇങ്ങനെ നടക്കുന്നത് ആരുടെ ശ്രദ്ധയിൽ പെടാറുണ്ട്? നമ്മുടെ ബോയുടെ ശ്രദ്ധയിൽ എന്ത് ചെയ്യുന്നു? എപ്പോഴും പെടാറുണ്ട്. And once I saw him with an egg in his mouth and knew he had been in the poultry house. Once one thing was there in the mouth of this mongoose. Okay, ഒരിക്കൽ ഈ മംഗൂസിൻ്റെ വായിൽ എന്തുണ്ട്? There was an egg. But he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. So from where did this mongoose get the egg? From the poultry house. അവിടെയുള്ള ബേർഡ്സിനെ ഒന്നും ആക്രമിക്കാതെ അവിടുത്തെ എഗ്ഗ് മാത്രം ഇങ്ങോട്ട് അടിച്ചു മാറ്റിക്കൊണ്ടുവരികയാണ് ആര് ചെയ്തത്? നമ്മുടെ മംഗൂസ് ചെയ്തത്. ഓക്കെ, സോ ബോയ് നോസ് ദാറ്റ് ഇറ്റ് വോണ്ട് ബി എ പ്രോബ്ലം ഫോർ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദറിന് ഇതൊരു പ്രശ്നമായി ഗ്രാൻഡ് മദർ എടുക്കില്ല. എന്താ കാരണം? ഈ മംഗൂസ് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വളർന്നു വരുമ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് മാറുന്നു. അത് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് മാറുന്നു അത്രത്തോളം അവിടുന്ന് അത് എന്തിനെ മാറ്റി നിർത്തുന്നുണ്ട്? സ്നേക്സ് പോലുള്ള ആനിമൽസിനെ അവിടുന്ന് എന്ത് ചെയ്യുന്നു? മാറ്റി നിർത്തുന്നു. ദാറ്റ് ഈസ് വൈ ദിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ ആൻഡ് അവർ ബോയ്, ദേ ആർ സപ്പോർട്ടിങ് ദി മംഗൂസ് ആൻഡ് ദേ ആർ ഹാപ്പി in the success of mongoose in that battle. Okay, in that battle between mongoose and a cobra. Next paragraph. So there ends that cobra mongoose episode, that fight scene. ആ ഭാഗം അവിടെ അവസാനിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റോറിയിലെ വളരെ ലാസ്റ്റ് സീനിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു 3 എപ്പിസോഡ്സാണ്. 2 എപ്പിസോഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് എപ്പിസോഡ് എന്തിനെ പറ്റിയായിരുന്നു? ഇറ്റ്സ് അബൌട്ട് ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ സ്മോൾ ഗ്രേ സ്ക്വിറൽ. ആ ഫ്രണ്ട്ഷിപ്പ് സീനായിരുന്നു ബോയും സ്ക്വിറലും തമ്മിലുള്ള. ദെൻ വാട്ട് അബൌട്ട് ദ സെക്കൻഡ് സീൻ, സെക്കൻഡ് എപ്പിസോഡ് എന്തിനെ പറ്റിയായിരുന്നു? ഇറ്റ്സ് അബൌട്ട് ദാറ്റ് fight scene, fight between cobra and a mongoose. Then who became the champion here? The champion is mongoose. Okay, a fight scene ആണ് second episode. Now the very last episode number 3, the last part 3 of this story. Okay, so the second paragraph of this page, listen carefully. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. Now comes 2 new characters here.
Who are the two new characters? One is a grey squirrel and another one is a white rat. It's about the friendship between the two new characters. There is a grey squirrel and the second one is a white rat. Okay, ഇവർ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് സീനിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. The white rat was grandfather's. He had bought it from the bazaar for 4 annas. Who is the owner of this white rat? It is our grandfather. Okay, അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഗ്രാൻഡ് ഫാദർ വാങ്ങിക്കൊണ്ട് വന്നതാണ് ആരെ, നമ്മുടെ ഈ വൈറ്റ് റാറ്റിന്. ഓക്കെ, ബട്ട് ഐ വുഡ് ഓഫൺ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദി ഓൾഡ് ട്രീ, ബനിയൻ ട്രീ. പക്ഷേ ഗ്രാൻഡ് ഫാദർ കൊണ്ടുവന്നതാണെങ്കിലും ഈ വൈറ്റ് റാറ്റ് എപ്പോഴും ആരുടെ കൂടെയായിരുന്നു? ദിസ് വൈറ്റ് റാറ്റ് വാസ് ഓൾവേസ് വിത്ത് അവർ നരേറ്റർ, വിത്ത് അവർ ബോയ്. ഓക്കെ, ബോയുടെ കൂടെയായിരുന്നു എപ്പോഴും ഈ വൈറ്റ് റാറ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ banyan tree, where it soon struck up a friendship with one of the squirrels. Then this white rat became close friend of one of the squirrels. Okay, ഒരു സ്ക്വിറലിൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ട് നമ്മുടെ വൈറ്റ് റാറ്റ് മാറുകയാണ്. ഓക്കെ, they would go off together on little excursions among the branches. They were going some little excursions also. Okay, who white rat and a ഗ്രേ സ്ക്വിറൽ, അവർ ഭയങ്കര കൂട്ടായിട്ട് മാറുന്നു. ചെറിയ ചെറിയ എക്സ്കർഷൻസ് ഒക്കെ ആ മരത്തിൻ്റെ ഒരു ബ്രാഞ്ചിൽ നിന്നും അടുത്ത ബ്രാഞ്ചിലേക്ക്, അവിടുന്ന് അടുത്ത ബ്രാഞ്ചിലേക്കൊക്കെ അവരെന്ത് ചെയ്യുന്നു, പോകും. നെക്സ്റ്റ് പാരഗ്രാഫ്. Then the squirrel started building a nest. Then the squirrel, that grey squirrel, started to make one nest there. Okay, in that banyan tree. അവിടെ നമ്മുടെ സ്ക്വിറൽ എന്ത് ചെയ്യുന്നു, ഒരു നെസ്റ്റ് ഫോം ചെയ്യുന്നു. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, ചെറിയൊരു കൂട്. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിംഗ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ് ആൻഡ് വെൻ ഐ വെന്റ് ഇൻ ദോസ് ആൻഡ് ചേഞ്ച് മൈ ക്ലോത്ത്സ് ഐ വുഡ് ഫൈൻഡ് സ്ട്രോ ആൻഡ് ഗ്രാസ് falling out. So first this squirrel was trying to make this nest in the pockets of the boy. Okay, ആദ്യം ബോയുടെ പോക്കറ്റിലാണ് ഈ നെസ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം ആര് നടത്തുന്നത്? നമ്മുടെ സ്ക്വിറൽ നടത്തുന്നത്. അങ്ങനെ ബോയ് വീട്ടിലെത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഈ വസ്തുക്കളൊക്കെ നമ്മുടെ ബോയുടെ ശ്രദ്ധയിൽ പെടുന്നത്. ഓക്കെ, ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് knitting was missing. One day what was happening? The knitting of grandmother was missing. നിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തുന്നാൻ ഉപയോഗിക്കുന്നുള്ള സൂചി അതുപോലുള്ള സംഭവങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മിസ്സായിട്ടുണ്ട്. We hunted for it everywhere but without success. They searched everywhere. The grandfather and the boy, they searched everywhere for this knitting but they couldn't find it. Okay, അവർ ഒരുപാട് സ്ഥലത്ത് അത് തിരഞ്ഞു, പക്ഷെ അവർക്കത് കിട്ടിയില്ല. It was missing. Where was that? Next day I saw something glinting in the hole in the banyan tree. Next day something was shining there in the banyan tree. എന്തോ ഒന്ന് banyan treeയിൽ എന്ത് ചെയ്യുന്നുണ്ട്? തിളങ്ങുന്നുണ്ട്. What was that? Going up to investigate, I saw that it was the end of grandmother's still knitting needle. Actually that shining object was the needle. Okay, needle of grandmother. ഗ്രാൻഡ്മദറിൻ്റെ നീഡിലായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, ആ മരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. All looking further I discovered that the hole was crammed with knitting. Crammed means filled. Then the boy discovered one thing. What is that? The whole of that banyan tree was filled with knitting. ആ ഹോൾ നിറയെ ഇതുപോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്തിട്ടുണ്ട്. And amongst the wool were there 3 baby squirrels, all of them white. Then what is also there in that hole? 3 baby squirrels are there. And what is the speciality of these 3 baby squirrels? It is their color. What was their color? Their color was white. There were 3 white baby squirrels in the hole of that banyan tree. Okay, now the last paragraph of this story. Grandfather had never seen white squirrels before and we gazed at them in wonder. Grandfather had never seen white squirrels. Here the special thing is the color of the squirrels. What is the color of the squirrels? It is white. Okay, white squirrels. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ്
എന്ത് കാണുന്നത്? വൈറ്റ് സ്ക്വിറൽസിനെ കാണും. സോ ദിസ് grandfather is surprised very much. We were puzzled for some time. Puzzled means confused. Grandmother is confused, grandfather is confused, and the boy is also confused. But when I mentioned the white rat's frequent visit to the tree, grandfather told me that the rat must be the father. Then the boy told about the frequent visiting of the white rat to this banyan tree. ഈ ബനിയൻ ട്രീയിലേക്കുള്ള നമ്മുടെ വൈറ്റ് റാറ്റിൻ്റെ വിസിറ്റിനെ പറ്റി ബോയ് പറഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദറിന് ഒരു കാര്യം മനസ്സിലായി. എന്താണ് മനസ്സിലായത്? ഈ വൈറ്റ് സ്ക്വിറൽസിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ആരായിരിക്കും? വൈറ്റ് റാറ്റ് ആയിരിക്കും. ഓക്കെ, then rats and squirrels were related to each other, he said, and so it was quite possible for them to have offspring, in this case white squirrels. So grandfather says that rats and squirrels, they are related to each other. അവരുടെ ആ റിലേഷൻ നമ്മുടെ വൈറ്റ് റാറ്റിൻ്റെയും ഗ്രേ സ്ക്വിറലിൻ്റെയും റിലേഷൻഷിപ്പിൻ്റെ ഒരു റിസൾട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ആര്? ആ 3 baby white squirrels. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് സീൻ. ദിസ് ലാസ്റ്റ് സീൻ ഈസ് അബൌട്ട് ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ വൈറ്റ് റാറ്റ് ആൻഡ് ദ ഗ്രേ സ്ക്വിറൽ. വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ്? ദ റിസൾട്ട് ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഈസ് 3 baby white squirrels. Okay, so that's the end of the story, Adventures in a Banyan Tree, written by Ruskin Bond. Okay, ഈ സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഈ സ്റ്റോറി നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും എന്ത് ചെയ്യും? നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.